പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് പ്രസരിക്കുന്ന അനന്തമായ സ്നേഹത്തിൻ്റെ തരംഗത്താൽ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ പ്രത്യേകമായി കാത്തുകൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുവാനുള്ള ഞങ്ങളുടെ ഈ സ്വാതന്ത്ര്യത്തെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളിലേക്ക് നിൻ്റെ സ്നേഹവും കാരുണ്യവും കൃപയും സമൃദ്ധമായി ചൊരിയണമേ. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അങ്ങിൽ നിന്നും അകന്നു പോകുന്ന ജീവിതശൈലി ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അതിനെല്ലാം ഓർത്ത് ഞങ്ങൾ മനസ്തപിക്കുന്നു. കർത്താവ്, നിൻ്റെ എല്ലാ പരിപൂർണതയും അവിടുത്തെ കരുണയിലാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. നീതിയേക്കാൾ ഉപരിയായിട്ട് കർത്താവ് നിൻ്റെ കാരുണ്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ഈ പുണ്യപ്രഭാതത്തിൽ നിൻ്റെ സ്നേഹത്തിൽ നിന്നൊഴുകുന്ന അനന്തമായ ആർദ്രത നിറഞ്ഞ ആ സ്നേഹത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവെ, നിൻ്റെ സ്നേഹം നിരസിക്കപ്പെടുന്നിടത്തെല്ലാം ഞങ്ങളിലൂടെ ആ സ്നേഹം കടന്നു ചെല്ലുന്നതിന് കാരണമായി തീരട്ടെ. അതിന് ഞങ്ങൾ നൽകിയ കൃപ ഞങ്ങൾ ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കുകയാണ്. എവിടെയെല്ലാം ഈശോയെ നിൻ്റെ സ്നേഹം അവഗണിക്കപ്പെടുന്നുവോ, എവിടെയെല്ലാം നിൻ്റെ സ്നേഹം മാറ്റി നിർത്തപ്പെടുന്നുവോ, അവിടേക്കെല്ലാം നിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളായി കടന്നു ചെല്ലുവാനുള്ള വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. തെറ്റിദ്ധാരണയുടെയും വലിയ വേദനകളുടെയും ഒക്കെ ഇടയിൽ നിന്നും നിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷ്യം നൽകുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആയതിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തെ നീ നിറയ്ക്കണമേ. നിൻ്റെ സ്നേഹത്താൽ നീ നിറയ്ക്കണമേ. നിൻ്റെ സ്നേഹ ചൈതന്യം ഞങ്ങളിലേക്ക് പ്രസരിപ്പിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൻ്റെ അഭിഷേകം ഈ ലോകം മുഴുവൻ നിറയുന്നതിൻ്റെ കാരണമായി തീരട്ടെ. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യൻ വെളിച്ചത്തേക്കാൾ അധികമായി ഇരുട്ടിനെ സ്നേഹിച്ചു. എന്തുകൊണ്ടെന്നാൽ അവരുടെ പ്രവർത്തികൾക്ക് മേലായിരുന്നു. ഇതാണ് ന്യായവിധി. കർത്താവേ, ന്യായവിധിക്ക് ഞങ്ങളെ വിധേയരാക്കരുതേ. നിൻ്റെ യഥാർത്ഥമായ വെളിച്ചം ഞങ്ങൾ തിരിച്ചറിയുന്നതിന് കാരണമായി തീരട്ടെ. ഒരു സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് ഈ സ്നേഹത്തിലേക്ക് ഞങ്ങളെ ചേർന്ന് നിർത്തുന്നതിന് കാരണമായി തീരട്ടെ. ദൈവസ്നേഹത്തെ തള്ളിക്കളയാതെ, ദൈവത്തെ വേദനിപ്പിക്കാതെ, നിൻ്റെ സ്നേഹത്തെ ആവോളം അനുസരിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ എപ്പോഴും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം ഏറ്റവും നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകണമേ. കർത്താവെ, അതിനുമേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞടമേ കൃപയുണ്ടാകണമേ. കർത്താവെ, സങ്കീർത്തനം 103:8 പറയുന്നത് പോലെ അങ്ങ് കരുണയും കൃപയുമുള്ളവനാണ്, കോപിക്കാൻ താമസിക്കുന്നവനും സ്നേഹത്തിൽ വലിയവനുമാണ് എന്ന്. കർത്താവെ, ഞങ്ങളുടെ അയോഗ്യതകളെ ഓർത്ത്, ഞങ്ങളുടെ കുറവുകളെ ഓർത്ത് ഞങ്ങളുടെ മേൽ അരിവായിരിക്കണമേ. ഞങ്ങളോട് കോപിക്കരുതേ. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളിലേക്ക് കൃപ ചൊരിയുകയും ചെയ്യണമേ. കർത്താവ്, നിൻ്റെ ഹൃദയത്തിൽ നിന്നും പ്രസരിക്കുന്ന അങ്ങയുടെ അനന്തമായ ആർദ്രതയുടെ തരംഗങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ ചേർത്ത് വയ്ക്കണമേ. നിന്നെ സ്വീകരിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിൻ്റെ ഈ സജീവ സാന്നിധ്യത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ സജീവമായ സാന്നിധ്യത്തെ ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. അങ്ങാണ് പരമപരിശുദ്ധനെന്നും അങ്ങാണ് ദിവ്യകാരുണ്യമെന്നും ഞങ്ങൾ വിവേചിച്ചറിഞ്ഞുകൊണ്ട് ഈശോയെ, നിൻ്റെ ഹൃദയത്തിൽ നിന്നും വലിയൊരു സ്നേഹം, ഒരു പുത്രോചിതമായ സ്നേഹം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളത് ആഗ്രഹിക്കുന്നു. വിദ്വേഷത്തിൻ്റെയും അക്രമത്തിൻ്റെയും നാശകുമ്പാരങ്ങളുടെ മേലെ ഒരു സ്നേഹത്തിൻ്റെ സംസ്കാരം പണിയുവാനുള്ള ഏറ്റവും വലിയ കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ സ്നേഹം പലപ്പോഴും അങ്ങയുടെ സ്നേഹത്തോട് ഒരിക്കലും എത്തിപ്പെടുകയില്ല ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. എങ്കിലും ഓരോ നിമിഷവും അങ്ങയുടെ സ്നേഹത്തിന് വേണ്ടി ഞങ്ങൾ കരുണയോടെ, ഞങ്ങൾ സ്നേഹത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അങ്ങയുടെ കരുണയാൽ എന്നെ ശുദ്ധീകരിക്കുകയും സ്നേഹത്താൽ നിറയ്ക്കുകയും ചെയ്യണമേ. കർത്താവെ, അങ്ങയുടെ കരുണയാൽ എന്നെ നിറയ്ക്കുകയും കൃപയാൽ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഈശോയെ, അങ്ങനെ ഞങ്ങളുടെ സ്വാതന്ത്ര്യം യഥാർത്ഥ വിധത്തിൽ ഉപയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചതിനോർത്ത് നന്ദി നന്ദി നന്ദി. പരിശുദ്ധ പരമകാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.